സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പല ആഭ്യന്തരമന്ത്രിമാരോടൊപ്പവും ജോലി ചെയ്തു. അതിലെടുത്ത് പറയാൻ പറ്റുന്ന അല്ലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? കോടിയേരി ബാലകൃഷ്ണൻ. സംശയമില്ല, ഒരു സംശയമില്ല. പൂരിച്ച പാത പോലീസിൽ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഗുഡ് ബുക്കും ബാഡ് ബുക്കും തീരുമാനിക്കുന്നത് അതത് കാലത്ത് ഭരിക്കുന്നവർ തന്നെയാണ്. പാർലമെൻറ്റിലെ വനിതാ സംവരണത്തിൻ്റെ കാര്യം അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പുരുഷ MP അവരോട് ചോദിച്ചെന്ന്, ഇतनी महिलाएं पार्लियामेंट में आएंगे तो रोटी घर पे कौन बनाएगी? കേരള സമൂഹത്തിനോട് തന്നെയാണ് അത് ചോദിക്കേണ്ടത്. ഓരോ സമൂഹത്തിനും അത് അർഹിക്കുന്ന പോലീസ് സേനയും പോലീസ് ലീഡർമാരെയും ലഭിക്കുന്നു. അപ്പോൾ അത് നന്നായി. അവിടെ ബോംബിൻ്റെ ഇടയിലേക്കാണല്ലോ ആദ്യം തന്നെ ചെന്നുപെടുന്നത്. 3.5 പതിറ്റാണ്ട് നീണ്ട തിളക്കമാർന്ന സേവനത്തിന് ശേഷം പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച സത്യസന്ധയും സമർത്ഥയുമായ DGPയും പ്രശസ്ത എഴുത്തുകാരിയുമായ ഭാരതദാസ് സന്ധ്യ എന്ന B. സന്ധ്യയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി സന്ധ്യ മാഡം. നമസ്കാരം. അപ്പോൾ ഈ വിരമിക്കൽ വേളയിൽ അച്ഛനും അമ്മയും അടുത്ത് വന്ന് നിൽക്കുന്ന ചിത്രം കണ്ടു. അവരടുത്ത് വന്ന് നിന്നപ്പോൾ സന്ധ്യ എന്ന പഴയ ബാലിക മനസ്സിൽ വന്നോ? അച്ഛൻ്റെ അമ്മയുടെ മകൾ തല ഉയർത്തി തന്നെ പടിയിറങ്ങുന്നുവെന്ന് ഉള്ളിൽ അഭിമാനിച്ചോ? അഭിമാനം ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഞാൻ പാസ് ഔട്ട് ആകുമ്പോഴും വന്നിരുന്നു ഹൈദരാബാദിൽ. അപ്പോൾ അന്നും ഇതുപോലെ വന്ന് ഒരുമിച്ച് നിന്ന ഒരു ഓർമ്മ, അതുപോലെ ഇറങ്ങുമ്പോഴും അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, അനിയൻ കുടുംബം, എൻ്റെ ഭർത്താവും മകളും, അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു. അഭിമാനത്തോടെയാണ് പടിയിറങ്ങിയത്? തീർച്ചയായിട്ടും. തല ഉയർത്തിപ്പിടിച്ച്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ദീർഘമായ സർവീസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 3.5 പതിറ്റാണ്ടോളം നീണ്ട സർവീസിൽ ഈ റോസാദലങ്ങളും കുപ്പിച്ചില്ലുകളും സമാസമമായിരുന്നോ അതോ പൊതുവെ പൂവിരിച്ച പാതയായിരുന്നു? പൂവിരിച്ച പാത പോലീസിൽ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല. ഒക്യുപ്പേഷണൽ ഹസാർഡ് ഏറ്റവും കൂടുതലുള്ള ജോലി ആണ്. തൊഴിൽപരമായ വെല്ലുവിളികൾ പോലീസും ഫയർഫോഴ്സും അങ്ങനെയാണല്ലോ. ഏറ്റവും റിസർച്ചൊക്കെ നോക്കിയാൽ കാണാം. ഒക്യുപ്പേഷണൽ ഹസാർഡ് ഏറ്റവുമുള്ള ജോലി, ഡ്യൂട്ടിക്കിടെ ആളുകൾ മരണപ്പെടുന്ന, പരിക്കേൽക്കുന്ന ജോലി. ഒരു പോലീസ് ഓഫീസർക്ക് എങ്ങനെയാണ് വിജയിക്കാനാവുക? അത് ഭീതിയോ പ്രീതിയോ കൂടാതെ നാം ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ നമ്മിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ചെയ്യുമ്പോഴാണ്. നമ്മൾ നിയമപാലകരാണ് എന്നുള്ള ഒരു നിമിഷവും മറക്കാതിരിക്കുക. അപ്പോൾ തന്നെ ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, അല്ലെങ്കിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങളുടെ വിഷമം, കണ്ണീര് ഒപ്പാനായിട്ടും കൂടെ നമ്മുടെ പദവി ഉപയോഗിക്കുക. ഇപ്പോൾ നിയമത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അത്ര എളുപ്പമാണോ പോലീസ് സേനയിൽ? എനിക്ക് സ്വതന്ത്രമായിട്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോഴാണെങ്കിലും SP ആയിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. IG ആയിട്ട് റേഞ്ചിലിരിക്കുമ്പോഴാണെങ്കിലും സബ് ഇൻസ്പെക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞാൻ അന്നത്തെ SP മാർക്ക് കൊടുത്തിരുന്നു. നിങ്ങൾ അവരോടൊക്കെ പോയി ചോദിച്ചാൽ അറിയാം. അന്ന് SP മാരും കമ്മീഷണറുമൊക്കെ ആയിരുന്ന ആളുകൾ ഇപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയും, മാഡം അത് ആണ് ഞങ്ങളെ അത്രയും നല്ല SP ആയിട്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്യാനായിട്ട് അന്ന് സഹായിച്ചതെന്ന്. അപ്പം അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ നിൽക്കുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. ക്രൈംബ്രാഞ്ചിലും ഉണ്ടാവണം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സർക്കാർ അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യമാണോ അതോ മേലുദ്യോഗസ്ഥർ തരുന്ന സ്വാതന്ത്ര്യമാണോ? അത് രണ്ടും. ഇപ്പം സർക്കാർ, നമ്മളെല്ലാം സർക്കാരല്ലേ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ആം ആ സർക്കാർ. യു ആർ ഓൾസോ എ സർക്കാർ ആസ് എ സിറ്റിസൺ. പാർട്ട് ഓഫ് എ സിവിൽ സർവൻറ്റ്, ഐ ആം മോർ ഓഫ് എ സർക്കാർ. സർക്കാർ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ സർവീസ് വിഭാവനം ചെയ്തു തന്നെ. ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില കർത്തവ്യമുണ്ട്. ആ ലെഗസി അതുപോലെ തുടർന്ന് കൊണ്ടുപോകണം. മാറി മാറി ഗവൺമെൻറ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മാറിയാലും ഞങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം, ചുമതല അത് മാറുന്നില്ല. അതാണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഡ്യൂട്ടി. നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിൽ അവർക്കുള്ള പങ്ക്
വലുതാണ്. ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്കെല്ലാവർക്കും അറിയാം. അതെ. ഭാരതം മാത്ര എളുപ്പത്തിൽ സ്വതന്ത്രമായ ഒരു രാജ്യമല്ല. ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ വന്നത് എളുപ്പത്തിലായിരുന്നില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത് നിലനിർത്തി നമുക്ക് കൊണ്ടുപോകാനായി. നമ്മുടെ രാജ്യങ്ങളിലൊന്നും അത് സാധ്യമായില്ല. അതിൽ നമ്മുടെ സിവിൽ സർവീസിനുള്ള പങ്ക് വളരെ വലുതാണ്. അതെ. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രീതി ഇല്ലെങ്കിൽ നല്ല പദവികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണോ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരു ഗുഡ് ബുക്കും ബാഡ് ബുക്കും ഉണ്ട്. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ആരാണ് തീരുമാനിക്കുന്നത്? അല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഗുഡ് ബുക്കും ബാഡ് ബുക്കും തീരുമാനിക്കുന്നത് അതത് കാലത്ത് ഭരിക്കുന്നവർ തന്നെയാണ്. ഗുഡ് ബുക്കിലായിരുന്നോ ബാഡ് ബുക്കിലായിരുന്നോ? അത് ഞാൻ അല്ലല്ലോ പറയേണ്ടത്, അവരല്ലേ പറയേണ്ടത്. ഇപ്പം സ്ത്രീകൾ പൊതുവെ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചാലും പദവികൾ ലഭിക്കാൻ പൊതുവെ പ്രയാസമാണ്. എന്തായിരിക്കും കാരണം? പൊതുവെ ഒരു മെയിൽ ഷാവനിസ്റ്റിക് സമൂഹമാണ് ലോകമെമ്പാടും ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒട്ടും വ്യത്യസ്തമല്ല. ഞാനിപ്പോൾ ഓർക്കാണ്, ഒരു വനിതാ MP ഒരിക്കൽ പറഞ്ഞതാണ്, വനിതാ സംവരണത്തിൻ്റെ, പാർലമെൻറ്റിലെ വനിതാ സംവരണത്തിൻ്റെ കാര്യം അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പുരുഷ MP അവരോട് ചോദിച്ചെന്ന്, ഇतनी महिलाएं पार्लियामेंट में आएंगे तो रोटी घर पे कौन बनाएगी? വീട്ടിൽ റൊട്ടി ഉണ്ടാക്കുന്ന പിന്നെ ആര് ചെയ്യുമെന്നല്ലേ പാർലമെന്റ്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള സമൂഹമാണ് നമ്മുടെ സമൂഹം. പോലീസിലൊന്നും വരാതെ വീട്ടിലിരുന്ന് മക്കളെ നോക്കി ഇരുന്നാൽ മതിയോ എന്നുള്ളൊരു സമീപനം പൊതുവേ ഉണ്ടോ? അത് ആണുങ്ങൾക്ക് ആൺമേൽക്കോയ്മയ്ക്ക് അല്ല, അത് മാറി വരുന്നുണ്ട്, ഇല്ല എന്ന് പറയില്ല. അത് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ആയിട്ടാണ് നടക്കുന്നത്. അല്ലാതെ ഒരു വളരെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നടക്കുന്നില്ല. ഞാനിത് ചോദിക്കാൻ കാരണം, കേരള പോലീസിലെ ആദ്യ IPSകാരായ R ശ്രീലേഖയോ B സന്ധ്യയോ ക്രമസമാധാന പാലന ചുമതലയുള്ള DGPമാരായില്ല. എന്തായിരിക്കും കാരണം? കേരള സമൂഹത്തിനോട് തന്നെയാണ് അത് ചോദിക്കേണ്ടത്. ഓരോ സമൂഹത്തിനും അത് അർഹിക്കുന്ന പോലീസ് സേനയും പോലീസ് ലീഡർമാരെയും ലഭിക്കുന്നു. നിരാശയുണ്ടോ ക്രമസമാധാന പാലന? ആ സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് യാതൊരു നിരാശയില്ല. ഇല്ല, സന്തോഷം. സ്ത്രീകൾ ഈ പദവി ഏറ്റെടുക്കാൻ കേപ്പബിൾ അല്ല എന്നുള്ളൊരു ചിന്ത പുരുഷ മേധാവിത്വത്തിനുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള സമൂഹത്തിൽ ആർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇതേ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, പുരുഷന്മാർ നേട്ടം കൊയ്താൽ അത് വാഴ്ത്തി പാടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും, പക്ഷേ സ്ത്രീക്ക് എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ അതിൻ്റെ ഫാക്ട്സ് എവിടെ, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ടാകുന്നു. എന്ത് പറയുന്നു? അത് ഈ പുരുഷ മേധാവിത്വം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പമാണ്. സ്ത്രീകൾ ഒരു പദവിയിലിരിക്കുന്ന സ്ത്രീ, അവരിപ്പം സ്കാൻഡിനേവിയൻ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അവരുടെ വനിതാ സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് സമൂഹത്തിൽ പൊതുവേ ഉള്ളതാണ്. സമൂഹത്തിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾ പിന്നെ അവരുടെ കഴിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പരസ്യമായിട്ട് സമ്മതിക്കാൻ, രഹസ്യമായിട്ട് എല്ലാവരും സമ്മതിക്കും, എല്ലാവർക്കും അറിയാം. പരസ്യമായി അംഗീകരിക്കാൻ മടിയാണ്. അത് പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ ഉള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പം മാട്രിമോണിയൽ കോളത്തിൽ അവർ സ്വയം എഴുതുന്നത് ഐ ലവ് കുക്കിംഗ് എന്നാണ്. അപ്പം നല്ലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ ഭർത്താവിനും കൂടെ കുറച്ച് കുക്കിംഗ് അറിയണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഭർത്താവ് അടുക്കളയിൽ കയറണം അല്ലേ? ഇനി പുതിയ തലമുറയിൽ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എങ്കിലും ഈ പോലീസ് സേനയിലെ ചില ഉന്നതർ അടക്കം പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അതായത് പല പ്രധാന പദവികളും അന്യ സംസ്ഥാനക്കാർക്ക് കിട്ടും, അവർ അനുസരിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിൽ എഴയുന്നവരാണെന്ന് പറയുന്നു. എന്താണ് പ്രതികരണം? അത് പറയേണ്ടത് അത് നിയമിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളാണെന്ന് പറയേണ്ടത്. ഞാനല്ല എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാനായിട്ട് അങ്ങനെ എല്ലാ ഒരു സർവ കലാവിദഗ്ധയൊന്നുമല്ല ഞാൻ. അത് കേരളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിതാ പോലീസ് ഓഫീസറാണ് B സന്ധ്യ. അന്നേരം സന്ധ്യയ്ക്ക് ഇപ്പം ആവശ്യമില്ല, IPS ഓഫീസറാണ് സന്ധ്യ.
ആ സന്ധ്യ കേരളത്തിൻ്റെ ലാ ആൻഡ് ഓർഡർ DGP ആവണമെന്ന് കേരളം ആഗ്രഹിച്ചിരുന്നു. സമൂഹം മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ, ഭരിക്കുന്നവർ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഭരിക്കുന്നവർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. കേരള സമൂഹവും ഗവൺമെൻറ്റും എല്ലാം സമൂഹവും ഗവൺമെൻറ്റിൻ്റെ പാർട്ടാണ്. ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയാണ്. അപ്പോൾ അത് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ സ്വന്തം നിലപാടുമായി പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസപ്പെട്ട സന്ദർഭങ്ങളുണ്ടോ? ഈ പിടിച്ചു നിൽക്കാൻ, അതായത് ആർക്കും വഴങ്ങാതിരിക്കുക, ഓക്യുപ്പേഷണൽ ഹസാർഡ്സ് ആണത് പോലീസിൻ്റെ. അപ്പോൾ എന്നെ അതാണ് എൻ്റെ ഗുരുഭൂതന്മാർ പഠിപ്പിച്ചത്. അലി എന്ന് പറയുന്ന ഒരു ഓഫീസറായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ. പോലീസ് അക്കാഡമി ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ഒരു ജെന്റിൽമാൻ ഓഫീസറായിരുന്നു. ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, IPS ഈസ് എ ക്ലാസ് എപ്പാർട്ട്. യു ഹാവ് ടു ഓൾവേസ് കീപ് ദ ഡെക്കറം ആൻഡ് ദ സ്റ്റാൻഡേർഡ്. പിന്നെ RN രവി സാറായിരുന്നു എൻ്റെ ട്രെയിനിങ് SP. അദ്ദേഹം എന്നോട് പറഞ്ഞത്, RN രവി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഗവർണർ. അതെ അതെ, സാർ എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞത്, യു മസ്റ്റ് നോ ദ പ്രൊഫഷണൽ തിങ്സ് better than any of the policemen you lead. You are the leader. അപ്പോൾ അത് പുസ്തകം പഠിക്കുക, നിയമം പഠിക്കുക, അതനുസരിച്ചിട്ട് ചെയ്യുക, എവിടെ പോയാലും അവിടെ ആക്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് പോവുക. സാറിനോട് ആദ്യം തന്നെ പറഞ്ഞു, 2 പോലീസുകാർ എപ്പോഴും ജീപ്പിലുണ്ടാവണം. എന്നിട്ട് ACARന് അവിടുത്തെ മൂസ ആണ്, മൂസ കണ്ണൂരാണല്ലോ എൻ്റെ ട്രെയിനിങ്. അപ്പോൾ ACARനോട് പറഞ്ഞു, കുറച്ച് നല്ല പോലീസുകാരെ സന്ധ്യ എന്ന് ASP ആണ് ട്രെയിനിയുടെ അടുത്ത് ഇൻഡോവിന് അയക്കുക. ലെറ്റ് ഹർ സിലക്ട് ദ ബെസ്റ്റ് മെൻ ഹൂ ഷുഡ് മൂവ് അലോങ് വിത്ത് ഹർ. ഗീവ് ദ ബെസ്റ്റ് വെഹിക്കിൾ ടു ASP UT. ഗീവ് എ ഗുഡ് ഡ്രൈവർ. അപ്പം അന്ന് തൊട്ട് ഹെൽമെറ്റും ലാഠിയും ടോർച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് എപ്പോഴും ഡേവിഡ് സാർ, ഡേവിഡ് സാറാണ് എൻ്റെ ഫസ്റ്റ് SP. ഡേവിഡ് സാറ് പ്രൊമോട്ടീവ് ഓഫീസറാണ്. അപ്പോൾ സാറ് പറയും, സിനിമാ തിയേറ്ററിൽ പോയാലും എവിടെ പോയാലും ഒരു ടോർച്ച് കയ്യിലുണ്ടാവണം. കാരണം എപ്പോൾ ലൈറ്റ് പോയാലും, എസ്പെഷ്യലി നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയാൽ, ഡോണ്ട് ടേക്ക് ദ ടിക്കറ്റ് ഫോർ യുവർ സെൽഫ്. യു ആർ എ ലോ ആൻഡ് ഓർഡർ പേഴ്സൺ ദർ. അപ്പോൾ ടോർച്ച് കയ്യിലുണ്ടാവണം. അവിടെ ഒരാൾ സിഗരറ്റ് വലിക്കാൻ അനുവദിക്കാൻ പാടില്ല. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഹൂളിഗാനിസം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. ഇതൊന്നും നമ്മുടെ വിഷയം അല്ലെന്ന് കരുതിയിരിക്കണ്ട. ഇപ്പോൾ തിയേറ്ററിൽ പോയ ഉദാഹരണത്തിന് ഒരു സിനിമ കാണാൻ പോയാൽ അവിടെ ഹൂളിഗാനിസം ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോ നമ്മൾ ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ വേണം. പോലീസിലെ ചാം എപ്പോഴും ലോ ആൻഡ് ഓർഡർ തന്നെയാണ്. ലോ ആൻഡ് ഓർഡറിനാണ് എപ്പോഴും പ്രാധാന്യം എല്ലാവരും കൽപ്പിക്കുന്നത് എന്നുള്ള വാസ്തവമാണ്. ഞാനും ലോ ആൻഡ് ഓർഡർ 12 വർഷം ഞാൻ ലോ ആൻഡ് ഓർഡറിലായിരുന്നു. 33 2 കുറച്ച് 31 12 വർഷം ലോ ആൻഡ് ഓർഡറിലായിരുന്നു. അതാണ് ഏറ്റവും ആസ്വദിച്ച് ചെയ്ത ജോലി. അങ്ങനെയില്ല, എല്ലാം ആസ്വദിച്ചിട്ടുണ്ട്, എല്ലാ ജോലിയും ആസ്വദിച്ചിട്ടുണ്ട്. കാരണം ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് പഠിക്കണം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മധുസൂദനൻ സാറില്ലേ, DGP ആയിരുന്നു. അപ്പം സാറ് IG ഹെഡ്ക്വാർട്ടേഴ്സാണ് ഞങ്ങൾ വരുന്ന സമയത്ത്, ASP UT ആയിരിക്കുമ്പം. അപ്പോൾ സാർ ആദ്യം ഞങ്ങളോട് പറഞ്ഞത്, ASP UT എന്ന് പറയുന്നത് അണ്ടർ ട്രെയിനിങ്, നിങ്ങൾ ആദ്യമേ PWD മാനുവൽ, ഫിനാൻഷ്യൽ കോഡ്, ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി കയ്യിൽ വെച്ചിട്ട് അതെല്ലാം വായിച്ചു പഠിക്കണം. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ റൂൾ ബുക്ക് എടുത്ത് റഫർ ചെയ്തിട്ട് മാത്രം ഫയൽ വരുമ്പോൾ ഒപ്പിടുക. PF ഒപ്പിടുന്ന കാര്യം തൊട്ട് കൺസ്ട്രക്ഷൻ്റെ ഫയൽ വരെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. SP ആയിട്ട് പോകുമ്പോഴേക്കും അതിനകം ഇതെല്ലാം ഹൃദയസ്ഥമാക്കണം. അപ്പോൾ AG 1 ആയിട്ട് ഞാൻ 3 വർഷമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നത്. മാറി മാറി ഒരുപാട് DGPമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ദേ വർ വണ്ടർഫുൾ, ഓൾവേസ് നല്ല സഹകരണം കിട്ടി, നല്ല സഹകരണം. അപ്പോൾ അവരോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എനിക്ക് എല്ലാം ഒന്നും അറിയില്ല, ഞാൻ ജില്ലയിൽ നിന്ന് വരികയാണ്. ജില്ലയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ഇപ്പോൾ PF അനുവദിക്കുന്നത്, അല്ലെങ്കിൽ
മോട്ടോർ വെഹിക്കിളിൻ്റെ ചെറിയ റിപ്പയർ, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ജില്ലയിൽ നമുക്കറിയാം. പക്ഷേ PHQ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ റൂൾ ബുക്ക് ഫ്ലാഗ് ചെയ്ത് ഫയലിൻ്റെ കൂടെ ഇങ്ങ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് ആവശ്യപ്പെടും. ഇപ്പം മിക്കവാറും ബ്രാഞ്ചുകൾ അന്നൊക്കെ വെറ്ററൻസ് ആണ്. ഈ ജൂനിയർ സൂപ്രണ്ടും SS മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറ്ററൻസ്. അപ്പോൾ അവരും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവർക്കും. അങ്ങനെയാണ് ഈ PHQവിലിരിക്കുമ്പം ഏതാണ്ട് പോലീസിങ്ങിൻ്റെ എല്ലാ ബ്രാഞ്ചും, അപ്പോൾ അതിൽ അഡ്മിനിസ്ട്രേഷനും വരുമല്ലോ, ഗവൺമെൻറ്റുമായിട്ടുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ, ഹൈക്കോടതിയുമായിട്ടുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ DGPക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്നേരം ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഹൈക്കോർട്ടിൽ റിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ DGPക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അന്നൊന്നും ഒരു ലീഗൽ അഡ്വൈസറൊക്കെ പിന്നീടാണ്, കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പം അവസാനം ആയപ്പോഴത്തേനും വന്നു. ഇപ്പോൾ പല DGPമാരുടെ ഒപ്പം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും പ്രോത്സാഹിപ്പിച്ച അല്ല ഏറ്റവും പിന്തുണച്ച DGP ആരായിരുന്നു പറയാമോ? ഏറ്റവും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത് എൻ്റെ ഫസ്റ്റ് DGP, ഞാനിവിടെ ASP അണ്ടർ ട്രെയിനി ആയിരുന്നപ്പോൾ രാജ്ഗോപാൽ നാരായൺ സാർ. അദ്ദേഹം വന്ന ഏറ്റവും ആദ്യം കാണാൻ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, സന്ധ്യ, ഞാൻ കണ്ണൂരിലേക്കാണ് സന്ധ്യയെ പോസ്റ്റ് ചെയ്യുന്നത്. സന്ധ്യയുടെ ജില്ലയായ കോട്ടയത്തേക്ക് Y അനിൽകുമാറിനെ വിടാൻ പോവുകയാണ്. മലയാളിയാണ്. അപ്പം സ്വന്തം ജില്ലയിലും അയൽ ജില്ലയിലും ഒന്നും പോണ്ട, വ്യത്യസ്തമായ മലബാർ കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഉത്സാഹം തോന്നി. അപ്പം ഞാൻ മലബാറിലേക്ക് പോയിട്ട് പോലും ഇല്ല. അപ്പം എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, ആഹാ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ കടന്ന് എനിക്ക് പോകാൻ കിട്ടുന്ന അവസരം. M എന്നൊരു നോവൽ ഓർമ്മ വന്നു. അതൊന്നും DGPയോട് പറയാൻ പറ്റില്ല. കണ്ണൂർ പക്ഷേ പൊതുവെ ഭയങ്കര രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘർഷമൊക്കെ കൂടുതൽ നിൽക്കുന്ന. അത് നന്നായി. അവിടെ ബോംബിന്റെ ഇടയിലേക്കാണല്ലോ ആദ്യം തന്നെ ചെന്നുപെടുന്നത്. പക്ഷെ അവിടെ പോയതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ സൗഹൃദങ്ങൾ കിട്ടിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന ഭരണത്തിൽ എപ്പോഴും പവർഫുൾ ആവുന്ന ഒരു പാർട്ടിക്ക് ആധിപത്യമുള്ള ഒരു ജില്ല കൂടെ അല്ലേ? സൗഹൃദം സ്ഥാപിച്ചോ എന്നെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ, അതുപോലെ ക്രൈംബ്രാഞ്ചിൽ അവിടെ 2 വർഷം ജോലി ചെയ്തു, കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ SP ആയിട്ട്. ടഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അങ്ങനെ ഒരു ജില്ലയാണോ? വർക്ക് ചെയ്യാൻ വളരെ പാടുള്ള ജില്ലയാണോ പോലീസിലിരുന്നു? അല്ല, അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പോൾ കൊല്ലമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കണ്ണൂരൊക്കെ ആണെങ്കിലും ഈക്വലി ഇറ്റ് ഈസ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം DGPയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പല ആഭ്യന്തരമന്ത്രിമാരോടൊപ്പവും ജോലി ചെയ്തു. അതിലെടുത്ത് പറയാൻ പറ്റുന്ന അല്ലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? കോടിയേരി ബാലകൃഷ്ണൻ. സംശയമില്ല, ഒരു സംശയമില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ല, അത് ആഭ്യന്തരമന്ത്രി പ്രത്യേകമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് അതിൽ ശ്രദ്ധിക്കാനായിട്ട് മുഴുവൻ സമയമുണ്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെയും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ആഭ്യന്തരമന്ത്രിയെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു ചെറിയ പേപ്പറിൽ, ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുക്കുന്ന നോട്ട് മുതൽ അപ്പോൾ പേജസ് ആൻഡ് പേജസ് ഉള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് വരെ ഒരു അക്ഷരം വിടാതെ അദ്ദേഹം വായിക്കും. അത് ഹൃദിസ്ഥമാക്കും. അതിൽ നിന്നൊരു 10 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ തരത്തിൽ വളരെ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. പിന്നെ ഷാർപ്പാണ്. അത് മുഴുവനും വായിച്ചിട്ട് അതിനകത്ത് കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു ശ്രമം. ഞാൻ പോയിട്ട് അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ മൂന്നാറിൽ KAPക്ക് നമ്മുടെ ബറ്റാലിയന് കുറച്ച് സ്ഥലമുണ്ട്. മൂന്നാർ വളരെ തന്ത്രപ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ പിന്നീടാണ്, അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മൂന്നാറിലെ ആ സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം എനിക്ക് പണ്ടേ അറിയാം. AIG 1 ആയിരിക്കുമ്പോഴാണ് ഈ കേരളത്തിലെ പോലീസിൻ്റെ സ്ഥലം മുഴുവനും കണ്ടെത്തി ഒരു രജിസ്റ്ററിലാക്കി അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്കറിയാം എവിടെയൊക്കെ ഉണ്ട് പോലീസിൻ്റെ സ്ഥലം. അപ്പോൾ മൂന്നാറിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ബറ്റാലിയൻ IG ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഈ സ്ഥലം ഇപ്പം എൻജിനീയറിംഗ് കോളേജിന് കൈമാറിയെന്ന്. എൻ്റെ ഹൃദയം തകർന്നു പോയി.
കാരണം അവിടെ നമുക്ക് പോലീസിൻ്റെ ഒരു സ്ഥാപനം വരേണ്ടതിനെക്കുറിച്ച് എനിക്ക് മനസ്സിൽ സ്വപ്നമുണ്ട്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. അവിടെ ഇപ്പം നമ്മുടെ സേഫ് ഹൗസ് ഉണ്ട്, അവിടെ ട്രെയിനിങ് സെൻറ്റർ അവിടെ പഠിപ്പിക്കാം, നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാം. അത് തിരിച്ചു പിടിച്ചു കോടിയേരിയുടെ സഹായത്തോടെ. അദ്ദേഹം മാത്രം, അദ്ദേഹത്തിനല്ലേ, അദ്ദേഹത്തിൻ്റെ ഇട്ട ഓർഡർ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തും എല്ലാം തയ്യാറാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട്, സാർ അപ്പം പകരം തന്നിരിക്കുന്ന സ്ഥലം ഞാൻ പോയി നോക്കി. വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലം. അവിടെ ഒരു കെട്ടിടം പണിയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് സാറിനെ കൊണ്ട് കാണിച്ച്, ഇത് കണ്ടിട്ട് പോലീസിന് ഇത് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോലീസിൻ്റെ ഒരു ബറ്റാലിയൻ, അത് ബോർഡറാണ്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടും. അപ്പോൾ ആദ്യമേ ഒരു വാക്ക് പറഞ്ഞു, പക്ഷെ ഞാനത് കൊടുത്തു പോയില്ലേ. സാർ, ഒരു കോപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജിനെക്കാട്ടിലും എത്രയോ വലുതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം അത് അപ്പം ആ നിമിഷം മനസ്സിലാക്കിയിട്ട് ആ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു നേതാവായിരുന്നു. അങ്ങനെയുള്ള അത് പറയാനായിട്ട് നമ്മൾ തയ്യാറായാൽ എഴുതി അതിൻ്റെ കാര്യകാരണ സഹിതം കൊണ്ടുപോയി കയ്യിൽ കൊടുത്തിട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം അത് ചെയ്തിരിക്കും. അദ്ദേഹത്തിന് സമയമുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി മാത്രമാണ്. ആഭ്യന്തര വകുപ്പിന് ഒരു പ്രത്യേക മന്ത്രി തന്നെയാണോ എപ്പോഴും നല്ലത്? അതിന് ഒരു പ്രത്യേകമായ, പക്ഷേ കരുത്തനായിരിക്കണം. കരുത്ത മുഖ്യമന്ത്രിയെ അതുപോലെ അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി VS ആണല്ലോ. അപ്പം അദ്ദേഹത്തിന് ഏത് പ്രധാന കാര്യമുണ്ടെങ്കിലും പോയിട്ട് ധരിപ്പിക്കണം എന്ന് ഒരു സ്റ്റാൻഡിങ് ഓർഡർ തന്നെ ആദ്യമേ കോടിയേരി സാർ തന്നിട്ടുണ്ട്. കോടിയേരി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ പ്രധാനപ്പെട്ടാണ് എന്നോട് ചോദിക്കാനൊന്നും നിൽക്കരുത്. അപ്പം VS-നെ വളരെ ചുരുക്കം സമയങ്ങളെ എനിക്ക് പോയി കാണേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് മലയാളത്തിൽ ഒരു നോട്ട് സഹിതം ചിത്രം സഹിതം തയ്യാറാക്കിയിട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം പൊതുവെ എങ്ങനെയായിരുന്നു? VS അങ്ങനെ വലിയ ചിരിക്കൊന്നുമില്ല, പക്ഷെ അത് മനസ്സിലാക്കും. ഏത് സംഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് അത് മുഴുവനും വായിച്ച് പഠിച്ചതിന് ശേഷം ആപ്റ്റായിട്ടുള്ളൊരു പ്രതികരണവും നടത്തി. അപ്പം അദ്ദേഹം പഠിക്കും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതേ രീതിയിൽ പോയി കാണേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴേക്കും നമ്മൾ ഈ SP അല്ലെങ്കിൽ IG ലെവലിലൊക്കെ ആണ് ഇത്രയും ഒരു അത്രയും ഫീൽഡിൽ അടുത്തു നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പം ആ കാലമൊക്കെ കടന്നുപോയി. ജിഷ വധക്കേസിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ ആ കേസ് രണ്ടാമതൊരു ടീം, താങ്കൾ നേതൃത്വം നൽകിയ ടീമാണ് അത് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിച്ചത്. അന്ന് വലിയ അഭിനന്ദനങ്ങൾ നേടി, മുഖ്യമന്ത്രി അടക്കം പരസ്യമായി അനുമോദിച്ചു. ആ ഒരു പ്രീതി പിൻകാലത്ത് മുഖ്യമന്ത്രിക്ക് താങ്കളിൽ നഷ്ടമായോ? അതെനിക്കറിഞ്ഞൂടാ. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. അല്ല, ഈ പൊതുവെ ലോ ആൻഡ് ഓർഡർ ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം പിന്നെ എന്ത് കാരണം കൊണ്ടാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അറിയാമായിരിക്കും. ഇപ്പം താങ്കളുടെ സർവീസിൽ താങ്കൾ ഒരുപാട് പ്രമാദമായ കേസുകൾ തെളിയിക്കുകയും ഖ്യാതി നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെക്കുറിച്ചും ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കാം. ഇപ്പം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു സബ് ജുഡീസ് ആണല്ലോ, അത് അനാവശ്യ തിടുക്കം എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. സബ് ജുഡീസ് ആയ കാര്യമാണ്. അനാവശ്യ തിടുക്കം കാട്ടി എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യാൻ ഒരു മുതിർന്ന പോലീസ് ഓഫീസർ, അത് പരിണതപ്രജ്ഞയായ പോലീസ് ഓഫീസറാണ് ഞാൻ. ഏത് കാര്യത്തിലാണെങ്കിലും, ഒരു പ്രത്യേക കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ചും സബ് ജുഡീസ് ആയ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. പൊതുവെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായും നിയമം അനുശാസിക്കുന്നത് പോലെയും അല്ലാതെ ഒരു നടപടിയും ഇന്നേ വരെ ഞാൻ എടുത്തിട്ടില്ല. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാവില്ല. സബ് ജുഡീസായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അതേക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും വേണ്ട.
യാതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ജിഷ വധക്കേസിൽ അഭിനന്ദനം കിട്ടിയതിനോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആ പിടിയിലായ പ്രതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതല്ല അവരുടെ മുതുകത്തുള്ള കടി റൈറ്റ് എന്നൊക്കെ പറഞ്ഞ പല വിമർശനങ്ങൾ കേട്ടു. എന്താണ് അതിൻ്റെ കഥ? ആ കേസ് കഴിഞ്ഞാണല്ലോ. അല്ലല്ല, ആ കേസും ഇപ്പോഴും ഇനിയും ഹൈക്കോടതിയിലൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചും കേസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉള്ളിലുള്ള സഹപ്രവർത്തകർ, അതായത് പോലീസ് സേനയ്ക്കുള്ളിലുള്ള സഹപ്രവർത്തകരുടെ സമ്പൂർണ്ണ സഹകരണം ആ കേസിൽ കിട്ടിയോ അതോ കുറേ വിഭാഗം ആൾക്കാർ വിമർശിച്ചു? ഇല്ലില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൻ്റെ 101% സഹകരണം ഉണ്ടായിരുന്നു. അത്രയും ടോപ്പ് ക്ലാസ് ഓഫീസർമാർ മാത്രമായിരുന്നു ആ ടീമിലുണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരുപോലെ സഹകരിച്ചു. മറ്റൊരു കേസ് എന്ന് പറയുന്നത് സ്വാമി ഗംഗേശാനന്ദയുടെ കേസാണ്. അദ്ദേഹത്തിൻ്റെ അവയവം ഛേദിക്കപ്പെട്ട കേസിൽ താങ്കൾക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. താങ്കൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടെന്ന് തുറന്നു പറഞ്ഞു. എന്താണ് മറുപടി? അത് തുറന്നു പറച്ചില്ലല്ലോ. ആരുടെയെങ്കിലും കള്ളത്തിന് മറുപടി പറയാനായിട്ട് ഞാനാളല്ല. അതൊരു കള്ളമാണ്. അതിനെന്താ സംശയം? ഇപ്പോൾ താങ്കൾ താമസിക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ്. അവിടെ ഒരു ഭൂമി വാങ്ങിയതിനെ ചൊല്ലിയും വിവാദമുണ്ടായി. ഇതെല്ലാം ഈ ഞാൻ അന്വേഷിച്ച കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നവരും അവരുടെ പിണയാളുകളും കൂടിയിട്ട് ഉണ്ടാക്കിയ കഥയാണെന്ന് എന്നേക്കാൾ വ്യക്തമായിട്ട് രാജേഷിനും അറിയാം. അപ്പോൾ അതൊരു ചോദ്യം നിങ്ങൾ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ചോദിക്കുന്നതാവാം. ഇപ്പോൾ താങ്കളുടെ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ച കാലത്ത് തന്നെ പല സബ്ജക്റ്റുകൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ PhD എടുത്തു, അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി സർക്കാർ തന്നെ പരിശീലനത്തിന് അയച്ചു. അവിടെയും ഇത് ഒരു ബിരുദം എടുത്തു. പിന്നെ അമേരിക്കയിൽ പോയി അംഗീകാരങ്ങൾ നേടി. അമേരിക്കയിൽ വെച്ച് തന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടക്കമുള്ള പോലീസ് ഓഫീസേഴ്സ്, വനിതാ പോലീസ് ഓഫീസേഴ്സ് താങ്കളുടെ പ്രസംഗത്തെക്കുറിച്ച് വളരെ പ്രൗഡായിട്ട് സംസാരിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കീർത്തി, ഒരു രാജ്യാന്തര കീർത്തി തന്നെ കൈവരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് താങ്കൾ. പക്ഷേ ആരെങ്കിലുമൊക്കെ പിടിച്ച് താഴെ ഇടാൻ, അല്ലെങ്കിൽ ഇവർ ഇത്രയധികം മുന്നോട്ട് പോകണ്ട എന്ന് ചിന്തിച്ച, ഉപദ്രവിക്കാൻ ശ്രമിച്ച ചില സഹപ്രവർത്തകരെങ്കിലും ഉണ്ടോ? സഹപ്രവർത്തകരാണോ സമൂഹത്തിലുള്ളവരാണോ അങ്ങനെ ചെയ്യാൻ നോക്കിയതെന്ന് അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല. അതായത് നമ്മുടെ പിന്നാലെ ആര് വരുന്നെന്നോ അല്ലെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കാനേ പോകരുത്. അതിനെ വെറും പൊടിയുടെ സമാനമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അത്ര കരുത്തുണ്ട് മനസ്സിന്. എന്താ സംശയം? ബി സന്ധ്യ എന്ന് സ്വയം നിർവചിച്ചാൽ എങ്ങനെയായിരിക്കും? വഴങ്ങാത്ത കാർക്കശ്യ സ്വഭാവമുള്ള അതാണോ, അതോ ഉള്ളിലെ കവിയെ പോലെ അനുകമ്പാർദ്രയായ ഒരു വ്യക്തിയാണ്? അത് ഞാനല്ലല്ലോ, അത് സമൂഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായിട്ടാണ് വിരമിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടിക്കടി തീപിടുത്തങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പക്ഷേ ബ്രഹ്മപുരത്തെ തീ അണയ്ക്കുന്നതിൽ ഫയർഫോഴ്സ് താങ്കളുടെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ കമൻറ്റ് ചെയ്തു. അതൊരു വലിയ ടീം വർക്കായിരുന്നില്ല. അതിനെക്കുറിച്ച് എന്താ? അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് സംഭവം തീപിടുത്തം നമുക്ക് സന്തോഷിക്കേണ്ട കാര്യമല്ല. ഒരിക്കലും അല്ല. തീപിടുത്തം, പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തെ തീപിടുത്തം എൻ്റെ ഫയർഫോഴ്സ് മെന്നിന് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സങ്കടകരമായ സംഭവം തന്നെയാണത്. അപ്പോൾ അതിൽ ടൺസ് ആൻഡ് ടൺസ് മിക്സ്ഡ് ആയിട്ടുള്ള മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരമാണ് ആ ഡംപിങ് യാർഡിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് തീ പിടിച്ച് ഈ വളരെ അധികം ചൂട് നിൽക്കുന്ന വേനൽ സമയത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കുന്നതിന് ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഞാൻ ഈ സംഭവം തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ പലരോട് ചോദിച്ചു. ഇൻ്റർനാഷണൽ ലെവലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എങ്ങനെയാണ് തീകെടുത്തിയിരിക്കുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതിനോടൊപ്പം എൻ്റെ ലാസ്റ്റ് ഓഫീസർമാർ വരെ, അവിടെയുള്ള DFOയും RFOയും ഇവിടെ ഡയറക്ടർമാരും എല്ലാവരും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് JCB ഒക്കെ വെച്ച് ഉയർത്തുക, അതിനെ മറിച്ചിട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ലാതെ മാർഗമില്ല. കെമിക്കൽ പൗഡർ ആണെങ്കിൽ എത്ര ഉപയോഗിക്കാൻ പറ്റും? താഴെ നദിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺവിക്ഷൻ എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടായി, എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പം മറ്റ് പല ആളുകളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വന്ന് വേറെ പല പല സജഷൻസ് മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വളരെ കൺവിക്ഷനോട് കൂടി തന്നെ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞു,
ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്നതിനെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ലിഫ്റ്റ്, ടേൺ ആൻഡ് വെറ്റ് എന്ന് പറയും. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണത്. അതേ ചെയ്യാൻ പറ്റൂ. ബാക്കി എല്ലാം അപ്രായോഗികമാണ്, വലിയ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞ് അതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചു. ആദ്യമേ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഒരു ഹെലികോപ്റ്ററൊക്കെ ആദ്യമേ ഇവർ കൊണ്ടുവരാൻ നോക്കി. അത് അപകടത്തിലേക്ക് പോകുന്നു അവർക്ക് തന്നെ മനസ്സിലായി. അവർ പിൻവാങ്ങി. പിന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിനെ ആരും ചോദ്യം ചെയ്തില്ല. അത് ഐ എം ഇൻഡെപ്റ്റഡ് ടു ഗവൺമെൻറ്. CM തന്നെ ചെയർ ചെയ്യുന്ന മീറ്റിങ്ങിൽ വെച്ചാണ് ഞാനിത് പറഞ്ഞത്. അത് അംഗീകരിച്ച് ഫയർഫോഴ്സിൻ്റെ ലീഡർഷിപ്പിൽ അത് ചെയ്യാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദിവസങ്ങളെടുത്താണെങ്കിലും അത് ആ ഒരു എൻ്റെ ടീമിന് വേണ്ട സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ JCB ടീമിനെയൊക്കെ രാത്രിയിൽ വരെ കിട്ടുക എന്നുള്ളതൊന്നും പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഞാനതിന് ചീഫ് മിനിസ്റ്ററെയും സ്ഥലം മിനിസ്റ്റർ, രാജീവ് മിനിസ്റ്ററെയൊക്കെ വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും അത് സപ്പോർട്ട് ചെയ്തു തന്നു. അവർക്ക് മനസ്സിലായി. പിന്നെ ഒരു അനാവശ്യമായൊരു കാര്യത്തിന് വേണ്ടി ഞാൻ വിളിക്കുകയില്ല എന്ന് അവർക്കെല്ലാം അറിയാം. അപ്പോൾ ആ സപ്പോർട്ട് ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നീങ്ങിയാൽ മതി എന്നുള്ളൊരു തീരുമാനം വന്നതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാനായി. ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയായിരുന്നു തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു താങ്കളുടെ നേതൃത്വ മികവിനെ കേരളം എന്നും കടപ്പെട്ടിരിക്കും. കാരണം അത്രയും വലിയൊരു തീപിടുത്തമായിരുന്നല്ലോ. കേരളത്തിൽ അങ്ങനെ ഒരു തീപിടുത്തം സമീപകാലത്തൊന്നുമില്ല. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മരുന്ന് ഗോഡൗണുകളുടെ തീപിടുത്തം വന്നു. ഫയർ ഓഡിറ്റ് നടത്തുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ടോ? അതെ, അതിൻ്റെ ഉണ്ട്. ഫയർ ഓഡിറ്റ് നമ്മൾ എല്ലാ വർഷവും തന്നെ മിക്കവാറും ഉള്ള തീപിടുത്ത സാധ്യതയുള്ള ഗോഡൗണുകൾ, കെട്ടിടങ്ങൾ, തെരുവുകൾ, ഇവിടെ എല്ലാം ആശുപത്രികൾ എല്ലായിടത്തും ഫയർ ഓഡിറ്റ് നടത്തി കൊടുക്കാറുണ്ട്. അപ്പം 4200 പേര് മാത്രമാണ് ഈ സേന. എന്നിട്ട് പോലും അവർ മിക്കവാറും സ്ഥലങ്ങൾ ഒരു 2 വർഷത്തിലൊരിക്കലെങ്കിലും അവർ കവർ ചെയ്ത് കഴിയുന്നതോ ഒരു വർഷത്തിലൊരിക്കൽ നോക്കും. ഇല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും കവർ ചെയ്ത് പോകുന്നു. ഇതൊക്കെ തീയിട്ടതാണെന്ന് ആക്ഷേപമുണ്ടല്ലോ. ശരിയാണോ? മരുന്ന് ഗോഡൗൺ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ആണ്. സംശയമുണ്ടോ? അപ്പോൾ വിരമിച്ച ശേഷം അല്ല, അത് ഞാൻ അതിനകത്ത് ഈ എൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ അല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാറില്ല. ഇപ്പം ഫയർഫോഴ്സിൻ്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ തീപിടുത്തം ഉണ്ടായാൽ നേരിടാൻ പറ്റുന്ന സംവിധാനം ഫയർഫോഴ്സിനുണ്ടോ? ഹൈ റൈസ്ഡ് ബിൽഡിങ്ങിൽ എല്ലാ ഹൈ റൈസ് ബിൽഡിങ്ങിലും വെക്കേണ്ട ചില ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ പുതിയ റൂൾ അനുസരിച്ചിട്ട് അവ ഫിറ്റ് ചെയ്താലേ നമ്മൾ NOC കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ കെട്ടിടങ്ങളിലെല്ലാം അവ സ്ഥാപിക്കുന്നുണ്ട്, അല്ലാതെ അവർക്ക് കിട്ടില്ല. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഇത് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വീഴ്ച കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനമാണ്, ഞാനൊരു വ്യവസായ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ ആ വ്യവസായ സ്ഥാപനത്തിൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അത് ദിവസവും ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ ചുമതലയല്ലേ? അല്ലെങ്കിൽ എനിക്കാണ് തീപിടുത്തവും നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യണം, വേണ്ടേ? അപ്പോൾ അതുപോലെ ഇത് ഞാനൊരു സ്ഥാപനം നടത്തുവാണെങ്കിൽ അതിൽ തീപിടിക്കാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കേരളത്തിൽ 25 വർഷത്തിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ കണ്ടമാനമായി. 25 വർഷം കഴിഞ്ഞു ഹൈറൈസ് ബിൽഡിംഗ് വരാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നാട്ടിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിനൊക്കെ 25 വർഷമൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ വരും. ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെ. ഇപ്പോൾ മുരളി തുമ്മാരുകൂടി തന്നെ പറഞ്ഞു കേരളത്തിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഫ്ലാറ്റുകളിലുള്ള തീപിടുത്തമായിരിക്കും. അതൊരു കൺവെൻഷൻ സെന്ററുകൾ. അതെ, ഒരു VIP വരുന്ന ഒരു കൺവെൻഷൻ സെന്ററിൽ VIP വരുന്നു എന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞിന്ന് 2 ദിവസത്തിനകം VIP ഇങ്ങ് വരുകയാണ്. അപ്പോൾ അവിടുത്തെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വലിയ സംഭവമൊക്കെ ഉണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഫയർമെന്നെ നമ്മുടെ ഫയർ ഫൈറ്റിംഗ് സിലിണ്ടറും കൊടുത്തു മഫ്തിയിൽ VVIPയുടെ സ്റ്റേജിന് 2 വശത്തും ഞാൻ കൊണ്ടുപോയി നിർത്തി.
അപ്പോൾ ഈ സംഭവം ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ്റെ ശ്രദ്ധയിൽ പെടുത്തുമ്പോഴേക്കും അതൊരു നിസ്സാര കാര്യം പോലെ ഇത് എന്തിന് എന്നോട് പറയണം എന്നുള്ള ഒരു പ്രതികരണമാണ് കണ്ടത്. അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് അപ്പം ഇത്രയും വലിയ ഒരു കെട്ടിടം നമുക്ക് ഉണ്ടാക്കിയിടാമെങ്കിൽ NOC എടുത്തിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞത് കേടായാൽ പിന്നെ എന്ത് ചെയ്യും? രാഷ്ട്രീയ സ്വാധീനമായിട്ട് NOCയിൽ വെള്ളം ചേർക്കാൻ ആൾക്കാർ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അത് ഓൺലൈൻ ആകെപ്പാടെ CM ഞാൻ വന്ന് ചാർജ് എടുത്ത ഉടനെ ആവശ്യപ്പെട്ടത് അതാണ്, അതൊന്ന് ഓൺലൈൻ ആക്കാനായിട്ട് ശ്രമിച്ചു നോക്കുന്നു. അത് ഉടനെ തന്നെ ചെയ്തു. ഇപ്പം സിസ്റ്റം ഓൺലൈനാണ്. ശരി. അപ്പോൾ ഓൺലൈനായിട്ട് അത് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ശ്രീലേഖ, സന്ധ്യ തുടങ്ങി ഇപ്പം കേരളത്തിൽ ഒരുപാട് IPS വനിതകളുണ്ട്. വനിതകളെന്ന് പറയുന്ന കാര്യം IPS വനിതാ ഓഫീസർമാരുണ്ട്. പക്ഷേ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴും കടലാസിൽ തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന വേളയിൽ കേട്ടത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച്, ശേഷം ഒരു കേസിൽ വരുന്ന സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് പോലും വേണ്ടത്ര ബോധവാന്മാരല്ല പോലീസുകാരെന്നും പറഞ്ഞു കേട്ടു. എന്താണ് അവസ്ഥ? സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പോലീസുകാർക്ക് തന്നെ ബോധ്യം വരുന്നതിന് വേണ്ടിയിട്ടാണ് ബോധ്യം എന്നൊരു പരിപാടി കേരള വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഞാനും വളരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ADG സൗത്ത് സോൺ ആയിരിക്കുമ്പോഴാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ അത് 6-1 പോലീസുകാരെ അത് കവർ ചെയ്തെന്നാണ് ബിന്ദു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, ഈ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ MD. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീകൾ ഒരു 33% ആവണം. അതുകൂടാതെ സെൻസൈറ്റൈസ്ഡ് ആയിട്ടുള്ള പോലീസുകാരായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ സമൂഹവും മാറണം. സ്റ്റേഷനിൽ വരുന്ന സ്ത്രീകളോട് പോലും നല്ല രീതിയിലുള്ള പെരുമാറ്റം കിട്ടുന്നുണ്ടോ? കാരണം ജനമൈത്രി എന്നുള്ള വിപ്ലവകരമായ ഒരു സംവിധാനം പിന്നീട് ലോകം പകർത്തിയ ഒരു സംവിധാനത്തിൻ്റെ ആദ്യം കാലം തൊട്ടുള്ള നോഡൽ ഓഫീസറും അതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടറും താങ്കളായിരുന്നു. ഇപ്പോൾ ഈ ജനമൈത്രി വെറും ബോർഡിലല്ലാതെ ശരിക്കും സ്റ്റേഷനിൽ വരുന്നപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പാവപ്പെട്ടവർക്കാണെങ്കിലും സ്വാധീനമുള്ളവരാണെങ്കിൽ ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ വിളിച്ച് പറയും. അവരോട് നല്ലൊരു മൈത്രിയോട് അല്ലെങ്കിൽ സൗഹൃദത്തോടെ പെരുമാറുന്നുണ്ടോ പോലീസ്? ഞാനതിൻ്റെ സർവേ ഒന്നും ഇപ്പോൾ പോയി ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അവർ പെരുമാറേണ്ടതാണ്, ആ കാര്യത്തിലൊരു സംശയവുമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള ശ്രമം തുടരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ കവിയാണ്, കഥാകാരിയാണ്, അല്ലെങ്കിൽ നോവൽ എഴുതിയിട്ടുണ്ട്, പല രീതിയിൽ എഴുത്തിൻ്റെ മേഖലയിൽ. ഇപ്പോൾ കാക്കിക്കുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാക്കി മാറിയല്ലോ, കാക്കി അഴിച്ചല്ലോ, അന്നേരം ഇനിയിപ്പം സാഹിത്യത്തിൻ്റെ ലോകത്തേക്കാണോ? എഴുത്ത് തീർച്ചയായിട്ടും എഴുതാനായിട്ട് എപ്പോഴും ഒരു പ്രചോദനം ഉണ്ടാവണം. അതുണ്ടായാൽ എഴുതും. ഇഷ്ടംപോലെ വായിക്കാനുണ്ട്. അതല്ലാതെ എൻ്റെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഴുത്തുമുണ്ട്. ഒരുപാട് ജേർണൽസിലുമൊക്കെ ആർട്ടിക്കിൾസും ഒക്കെ എഴുതാറുണ്ട്. സർവീസ് സ്റ്റോറി എഴുതൂ? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഭാവിയിൽ എഴുതിയേക്കും? പറയാൻ പറ്റില്ല. ചിലപ്പോൾ എഴുതാൻ തോന്നിയില്ലെങ്കിൽ എഴുതില്ല, തോന്നിയാൽ എഴുതും, അത്രയേ ഉള്ളൂ. സർവീസ് സ്റ്റോറി എഴുതി കുറേ ആൾക്കാരുടെയൊക്കെ മുഖം തുറന്നു കാട്ടാൻ താല്പര്യമുണ്ടോ? ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഇല്ല. ഈ സിനിമയ്ക്ക് കവിത എഴുതാനപ്പോൾ സിനിമ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ മേഖലയിലൊക്കെ ഇനി എന്തായിരിക്കും? അതിപ്പോൾ ഒരു യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. ഒരു ഹല്ലേലൂയ എന്നുള്ള ചിത്രത്തിൽ അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഈ കവിത എടുത്ത് ഇതിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചതേ ഉള്ളൂ. എൻ്റെ പുസ്തകത്തിലെ ഒരു കവിത, അങ്ങനെയാണ് അതിൽ ആ പാട്ട് വന്നത്. പിന്നെ സർവോപരി പാലാക്കാരൻ എടുത്തത് എൻ്റെ അയലോക്കത്തുള്ളൊരു കുട്ടി, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത കൂട്ടുകാരനും അനിയനെ പോലുള്ള പാലക്കാരി ആയതുകൊണ്ട് അപ്പോൾ ചേച്ചി ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോൾ അതിനെല്ലാം വളരെ സമയം കിട്ടില്ലേ? സമയം ഇപ്പം ഒന്നിൻ്റെയും പിന്നാലെ ഒന്നും പോകാനായിട്ട് എനിക്ക് പറ്റില്ല. കവിത എന്തായാലും എഴുതാൻ തോന്നിയാൽ എഴുതും. എന്തായിരിക്കും ഇനിയുള്ള ഒരു പരിപാടി അത് മനസ്സിൽ കാണുന്നത്? ഇല്ല, ഇപ്പോൾ ഒന്നും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായിട്ട് വരുമെന്നടക്കം പല വാർത്തകളും പ്രചരിക്കുന്നില്ല. ഇപ്പോൾ ഏതായാലും തൽക്കാലം ഒന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഒന്ന് ബ്രീത്ത് ചെയ്യട്ടെ. അച്ഛൻ വലിയ രീതിയിൽ ഈ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പ്രചോദനമായിരുന്നു. അച്ഛൻ ചങ്ങമ്പുഴ കവിതകളൊക്കെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അല്ലേ? ആ ഒരു വായനയിലേക്ക് വന്നത് വീട്ടിലെ അന്തരീക്ഷം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അന്ന് പുരാണങ്ങളും എല്ലാം വായിച്ചു കൂട്ടി. അച്ഛൻ കഥ പറഞ്ഞു തരുമായിരുന്നു. ഈ അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കഥ പറഞ്ഞു തരും, കവിത ചൊല്ലി തരും. അപ്പോൾ കാലത്ത് അച്ഛന് ഒരുപാട് സമയം ഇരുന്ന് പത്രം വായിക്കും. അപ്പോൾ പത്രം വായിക്കുന്ന സമയത്ത്
എന്നോടുള്ള അറ്റൻഷൻ കുറയുമ്പോൾ എനിക്കത് സഹിക്കാൻ വയ്യാതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പത്രം വായിച്ച് തലകുത്തിയായിരിക്കും പിടിക്കും. ഇത് കലവില കലവില കലവില. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ അക്ഷരം പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ ഈ കഥയും ഒക്കെ മോക്ക് തന്നെ വായിക്കാൻ പറ്റും. അപ്പം അച്ഛൻ എന്നും രാത്രി പറഞ്ഞു തരണ്ടേ, അതല്ലാതെ മോക്ക് ഒരുപാട് വായിക്കാൻ പറ്റും. അപ്പം അതങ്ങ് ക്ലിക്ക് ചെയ്തു. അപ്പം അക്ഷരം പഠിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പോൾ 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേരുമ്പോഴേക്കും തന്നെ ഞാൻ പത്രം വായിക്കുമായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ കഥാപുസ്തകങ്ങൾ. സിവിൽ സർവീസിൽ വന്നില്ലായിരുന്നെങ്കിൽ വേറെ എന്താകുമായിരുന്നു? അധ്യാപികയാകാൻ താല്പര്യമായിരുന്നു ഒന്ന്. പക്ഷെ അതിന് മുമ്പ് തന്നെ മത്സ്യഫീൽഡിൽ പ്രോജക്റ്റ് ഓഫീസറായിട്ടാണ് ആദ്യമേ. അത് MSc സുവോളജി കഴിഞ്ഞ ഉടനെ കിട്ടിയ ഒരു ജോലിയാണ്. അപ്പം അതുകൊണ്ട് ഈ സിവിൽ സർവീസ് എന്തായാലും കിട്ടണം എന്നുള്ള ഒരു പിടിവാശിയോടുകൂടി ആയിരുന്നു അത്. ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടത്തിൽ പഠിച്ച് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പഠിത്തം തുടങ്ങി. അതിൻ്റെ കൂടെ കുടുംബം അദ്ദേഹം പരീക്ഷാ കൺട്രോളർ ആയിരുന്നല്ലോ കേരള സർവകലാശാല. അതെ അതെ അതെ. ഫിസിക്സ് പ്രൊഫസറായിരുന്നു, പിന്നെ പ്രിൻസിപ്പലായിരുന്നു, അതിനുശേഷം പരീക്ഷാ കൺട്രോളറായിരുന്നു. മകൾ ഇപ്പം മെഡിക്കൽ പഠനം ഡോക്ടറാണ്. പഠനം പൂർത്തിയാക്കി? ഇല്ല, ഇപ്പം PG ചെയ്യുന്നു. പണ്ട് ഈ മീനച്ചിലാറിൽ നീന്തി തുടിച്ച് അല്ലെങ്കിൽ മരച്ചില്ലകളിൽ കൂട്ടുകാരോടൊപ്പം കയറി ഇറങ്ങി നടന്ന ആ സന്ധ്യ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോഴും ഉണ്ട്. അന്നത്തെ വലിയ കൂട്ടുകാരെല്ലാവരുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട്. എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയിലെ ഒരു 4 വരി പറയാമോ? പാടാം. ഒരു ചിറകരിഞ്ഞി പക്ഷി തൻ മറുചിറകിനൂക്കം കൂട്ടുവാൻ വെറുതെ ശ്രമിക്കുന്ന വേലയിൽ മറവിലാഴ്ന്നു പറക്കൽ. കാലമായാലി പുഴുവിൻ്റെ വേഷം മാറ്റി ശക്തി ചിറകെഴും ശലഭമായി പാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രികാദർശനം തേടിടും. മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ പറക്കട്ടെ എഴുത്തിൻ്റെ ലോകത്തും സമൂഹത്തിന് സേവനം ചെയ്യുന്ന മേഖലയിലും. എല്ലാ ആശംസകളും. നന്ദി.